ഒരു 5 വർഷം മുമ്പ് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇനി മൈ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. ഇപ്പോഴാട്ടോ നടന്നത്. അപ്പൊ എന്റെ യൂട്യൂബ് റവന്യൂ എത്ര എന്ന് അറിയാൻ വേണ്ടി ഇവിടം വരെ വന്ന എല്ലാവരോടും ഇറ്റ്സ് മീ ഉനൈസ്, വെൽക്കം ടു ദ ഷോ ഉനൈസ് ഷോ. നിങ്ങൾ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ഉനൈസ് ഷോ എന്ന് പറഞ്ഞ ഈ ചാനൽ കാണുന്നത്. ഇതിന് സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് നിങ്ങൾ കണ്ടോ? 41K സബ്സ്ക്രൈബേഴ്സ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത്. അത് വെച്ചാണ്ട് ഈ ചാനലിന് എത്ര വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ള ഗസ് ചെയ്യാൻ പറ്റും. ഗസ് ചെയ്ത് കറക്റ്റ് ആയാല് അയാൾക്ക് ഞാൻ ഈ ഈ കിട്ടിയ വരുമാനത്തിന്റെ ഇപ്പം കിട്ടിയ വരുമാനത്തിന്റെ 50% ഗിവ് ആയിട്ട് തരുന്നതായിരിക്കും. തരും എന്ന് പറഞ്ഞാൽ തരും. കമന്റ് ചെയ്യും. അപ്പൊ നമുക്ക് വന്ന കാര്യത്തിൽ കിടക്കാം. അപ്പൊ വന്ന കാര്യം എന്താന്ന് വെച്ചാല് യൂട്യൂബ് റവന്യൂ എത്രയെന്ന് പറയാനാണല്ലോ ഇപ്പൊ വന്നത്. അപ്പോ കേട്ടോളി, എന്റെ യൂട്യൂബ് റവന്യൂ എത്രയെന്ന് വെച്ചാല് $100 ആണോ? അല്ല, എന്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ $0. ഇതുവരെ എനിക്ക് ഉറുപ്പ്യ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ 41K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനലിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്റെ ചാനൽ മോണിറ്റൈസ് തന്നെ ആയിട്ടില്ല. അപ്പൊ ഞാൻ എന്തിനാ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് നിങ്ങൾ വിചാരിച്ചു? ഒന്നാമത്തെ കാരണം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം മൈ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പത്തെ പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യമാണ്, തുടർച്ചയായി വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്തും കിട്ടില്ല. അതായത് അതിനുള്ള ഉദാഹരണമാണ് ഞാൻ. അതായത് 41K സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്റെ ഈ ചാനലിന് പോലും മോണിറ്റൈസേഷൻ കിട്ടിയില്ല. കാരണം എന്താ? തുടർച്ചയായി വീഡിയോ ഇട്ടില്ലെങ്കിൽ വാച്ച് ടൈം ഉണ്ടല്ലോ, ആ 4000 മണിക്കൂറിന്റെ അതും കിട്ടൂല. പിന്നെ ആ ഷോർട്സ് ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ 10 മില്യൺ വ്യൂസ് കിട്ടിയാൽ അതിന് മോണിറ്റൈസേഷൻ ആക്കാലോ, അതും കിട്ടൂല. അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ചാനലിൽ തന്നെ 10 മില്യൺ വ്യൂസ് ഉള്ള ഷോർട്ട് വീഡിയോസ് ഉണ്ട്, പിന്നെ 5 മില്യൺ ഉണ്ട്, 3 മില്യൺ, 2 മില്യൺ, 1 മില്യൺ ഒക്കെ ഉള്ള ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ വെച്ച് എനിക്ക് മോണിറ്റൈസേഷൻ ആക്കാമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് 10 മില്യൺ വ്യൂസ് കിട്ടിയ ടൈമിൽ യൂട്യൂബ് ഇത് കൊണ്ടുവന്നില്ല, ഏത് അപ്ഡേഷൻ കൊണ്ടുവന്നില്ല. 10 മില്യൺ ആയ മോണിറ്റൈസ് ആക്കണേ അതിന് ശേഷം വന്ന് അതോടുകൂടി അത് പോയി. പിന്നെ ഞാൻ തുടർച്ചയായി കണ്ടന്റ്സ് ഒന്നും ഇടല്ലേ. ഒരു കുറച്ച് കാലാണ്ട് തുടർച്ചയായിട്ടും, പിന്നെ ഒരു 5 മാസം 6 മാസം കാണും വെറുതെ വെക്കും, ചാനലിൽ ഒന്നും ഇടാതെ. പിന്നെ ഇടും, പിന്നെ അതുപോലെ വെറുതെ വെക്കും. അങ്ങനെ ഒരു തുടർച്ച ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഇതുവരെ ആവാത്ത. ഈ 41K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും ഒരു തുടർച്ച ഇല്ലാതെ. അപ്പൊ എല്ലാവരും തുടർച്ചയായി വീഡിയോ ഇട്ടാലാണ് ആ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് നമ്മളെ കണ്ടന്റ് നല്ലതായാൽ നമുക്ക് കിട്ടും സബ്സ്ക്രൈബേഴ്സിന്. അപ്പൊ അതാണ് എന്റെ മോണിറ്റൈസേഷൻ കിട്ടാത്തതിന്റെ കാരണം. അപ്പം പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റിൽ പറയാം, നമുക്ക് പൊള്ളിപ്പിക്കാം. അവിടെ ഞങ്ങൾ വരും, കമന്റിൽ എന്തെങ്കിലുമൊക്കെ പറയും. എന്റെ വരുമാനം എത്രയാണെന്ന് അറിഞ്ഞ എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു.